നമസ്കാരം. ഇന്നത്തെ വിഷയം കേരള ഇലക്ഷനാണ്. നിയമസഭാ ഇലക്ഷൻ വരെയാണ്. കൊട്ടാരക്കരയിലെ ജനങ്ങൾ ഭയങ്കര കൺഫ്യൂഷനിലാണ്. അവർ നോക്കുമ്പോൾ കഴിഞ്ഞ വർഷം വരെ LDFിൻ്റെ സ്ഥാനാർത്ഥിയായിരുന്ന ഐഷ പോറ്റി ഇത്തവണ UDFിൻ്റെ സ്ഥാനാർത്ഥിയാവുകയാണ്. അഖിൽമാരായിരുന്ന ഒരാളുണ്ടായിരുന്നു. അയാൾ ഇത്രയും നാൾ കോൺഗ്രസിൻ്റെ വക്താവായിരുന്നു. ഇന്ന് അയാൾ NDAയിലോട്ട് മാറിയിരിക്കുകയാണ്. അങ്ങനെ ഫുൾ കൺഫ്യൂഷൻ. എനിക്കൊരു ചോദ്യമുള്ളത്, സീറ്റിന് വേണ്ടി സിദ്ധാന്തം മാറുമോ എന്നുള്ളതാണ്. അതവിടെ ഇരിക്കട്ടെ. ഇനിയൊരു കാര്യം പറയാം. കേരളത്തിലെ ഒരു MLA ഫണ്ട് എത്രയാണെന്ന് വല്ല ഐഡിയ ഉണ്ടോ? 5 കോടി രൂപ ഒരു വർഷം. അതായത് അയാളുടെ ടേം 5 കൊല്ലത്തെ ടേം കഴിയുമ്പോൾ 25 കോടിയുടെ അസറ്റ് ഡെവലപ്മെൻറ്റ് ഫണ്ട് അയാൾക്ക് കിട്ടുകയാണ്. നേരിട്ട് കിട്ടുന്നു എന്നല്ല, പക്ഷെ അത് 25 കോടി രൂപ അയാളുടെ നിയോജക മണ്ഡലത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ള പെർമിഷൻ അയാൾക്കുണ്ട്. അതിന് മേലോട്ടുള്ള അപ്രൂവലുകളും കാര്യങ്ങളും എല്ലാം വേണം. അതൊക്കെ സാധ്യമാകുന്ന കാര്യങ്ങളാണ്. അപ്പം നമ്മൾ ഈ ഇലക്ഷൻ വരുമ്പോൾ വരുന്ന കാൻഡിഡേറ്റ്സിൻ്റെ അടുത്ത് ചോദിക്കേണ്ട ഒരു കാര്യമുണ്ട്. 25 കോടി രൂപ കൊണ്ട് എന്തൊക്കെ ഡെവലപ്മെൻറ്റ്സ് ആണ് എൻ്റെ നിയോജക മണ്ഡലത്തിൽ നിങ്ങൾ ചെയ്യാൻ പോകുന്നത്? അത് നമുക്ക് ചോദിക്കാവുന്ന കാര്യമാണ്. ആർക്കും ചോദിക്കാവുന്ന കാര്യമാണ്. കാരണം ഈ 25 കോടി രൂപ കൊണ്ട് പല കാര്യങ്ങളും ഒരു നിയോജക മണ്ഡലത്തിൽ ചെയ്യാൻ കഴിയും. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ MLA വരികയാണെങ്കിൽ അവരുടെ അടുത്ത് ചോദിക്കേണ്ട ഒരു കാര്യവുമുണ്ട്. കഴിഞ്ഞ ഒരു ടേമിലെ 25 കോടി രൂപ നിങ്ങൾ എങ്ങനെ വിനിയോഗിച്ചു എന്നുള്ളത്, അത് നാടിൻ്റെ വികസനത്തിന് എങ്ങനെ ഉപകരിച്ചു എന്നുള്ളത് നമുക്ക് ചോദിക്കാം, മറുപടി കിട്ടുന്നവരെ. താങ്ക് യു.